പടമാണ്, സീരിയസ് ആയിട്ടുള്ള പടമാണ്. മാസ് എലമെൻസ് ഒന്നുമില്ല. പിന്നെ മമ്മൂക്കിയെ ഫസ്റ്റ് ഹാഫ് ആറാടിക്കണം. മമ്മൂക്കിയെ ഫുൾ പെർഫോമൻസാണ്. പിന്നെ ലാഗ് അങ്ങനെയൊന്നുമില്ല. പക്ക എൻ്റർടൈനറാണ്. വളരെ സീരിയസ് ആയിട്ട് ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്, സോഷ്യൽ കമ്മിറ്റഡായിട്ട് വളരെ സീരിയസ് ആയിട്ട് ഫിലിമാണ്. യാതൊരു ലാഗ് അങ്ങനെയൊന്നുമില്ല. മമ്മൂക്കിയുടെ ഫിലിമാണ്. ഫസ്റ്റ് ഹാഫ് തന്നെ മമ്മൂക്കിയാണ്. ആക്ഷൻ ഉണ്ട്. പിന്നെ സിദ്ദിഖിൻ്റെ മകനാണ് പെർഫോം ചെയ്യുന്നുണ്ട്. ലാലേട്ടൻ എതിരെ വന്നിട്ടില്ല. പിന്നെ ഫാസ്റ്റിൽ കുഞ്ചാക്കോ ബോബൻ വളരെ സോഷ്യൽ കമ്മിറ്റഡായ. ഇത് ഒരു കുഴപ്പമാണ്, സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. മാസ് പടമല്ല, അടിപ്പടമല്ല, ഒട്ടും അടിപ്പടമല്ല, ഒരു ക്ലാസ് പടമാണ്. മഹേഷ് എൻ്റെ ടേക്ക് ഓഫുള്ള പോലെ. എന്തായാലും പടം നന്നായി പോകാൻ സാധ്യതയുണ്ട്. മേക്കിങ്ങുകൾ ഉഗ്രനാണ്. യാതൊരു ലാഗ് അങ്ങനെയുള്ള ഒട്ടും ബോഡിക്കില്ല. പിന്നെ ടെക്നോളജിക്ക് അടിയില്ല. ടെക്നോളജി ഹെവി ഫിലിമാണ്. ഇലക്ട്രോണിക്സ് മറ്റെല്ലാം. മമ്മൂക്കി തകർത്തുണ്ട്. ഫസ്റ്റ് ഹാഫ് തന്നെ മമ്മൂക്കിയാണ്. ക്ലാസ് പടമാണ്. മാസ് എലമെൻറ്റ്സ് പ്രതീക്ഷിച്ചു പോരുത്. ഒരു നല്ലൊരു എൻ്റർടൈനറാണ്. അടിപൊളിയാണ്. മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി ഒരു വ്യത്യസ്ത ഒരു മേക്കപ്പിലാണ് വന്നിരിക്കുന്നത്. ഹെയർ സ്റ്റൈലിസ്റ്റൊക്കെ തകർപ്പനാണ് മമ്മൂട്ടിയുടെ. പിന്നെ ഇതൊരു രാജ്യസുരക്ഷയും വ്യക്തിസുരക്ഷയും പറ്റിയിട്ടുള്ളൊരു സിനിമയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ആൾക്കാരുടെ ഡേറ്റ മുഴുവൻ നമ്മളൊരു ക്യാമറ തുറന്നാലും അതൊരു ലാപ്ടോപ്പ് തുറന്നാലും അത് അപ്പം തന്നെ ആൾ അറിയാനുള്ള ഒരു 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 വ്യത്യസ്തമായ ഇതൊരു ഇൻ്റർനാഷണൽ സിനിമ കാണുന്ന പോലെ ഉണ്ട്. മേക്കിംഗ് ഒക്കെയാണ് അടിപൊളി. കളറിങ്, പിന്നെ പല രാജ്യങ്ങളിലുള്ള ഷൂട്ടിങ്, എല്ലാം കൊണ്ടും വേറെ ലെവൽ. അടിപൊളി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ്. അതായത് മമ്മൂട്ടിയുടെ മേക്കപ്പ് ചെയ്ത ആൾ കിടിലനായിട്ടുണ്ട്. മമ്മൂട്ടി ഭയങ്കര സ്റ്റൈലിഷാണ് മമ്മൂട്ടിയെ കാണിച്ചേക്കുന്നത്. കിടിലുണ്ടോ? കരക്കിട്ടുണ്ട്. അല്ല, ഒരു രാജ്യസുരക്ഷയല്ല, അതിനേക്കാൾ വ്യക്തിസുരക്ഷയാണ് ഇതിനകത്ത് ഏറ്റവും പറ്റത് ഒരു ഇതായിട്ട് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഒരു ഡാറ്റ മുഴുവൻ, അതായത് നമ്മൾ ക്യാമറ തുറന്നാലോ അതായത് ഒരു മൊബൈൽ തുറന്നാലോ ലാപ്ടോപ്പ് തുറന്നാലോ അത് അറിയുന്ന ഒരു ഇത്, അത് ആ ഒരു രീതിയിലേക്ക് മാറുന്ന ഒരു സുരക്ഷയാണ്. രാജ്യസുരക്ഷയെ പറ്റിയുള്ള പടമാണ്. ഒരു 12 വയസ്സിൽ കിടിലം പടം. പിന്നെ ഞാൻ എടുത്തു പറയുന്നത് മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് അടിപൊളിയായിട്ട് സൂപ്പർ. അടിപൊളി അടിപൊളി. മമ്മൂട്ടി അടിപൊളിയായിട്ടുണ്ട്. പവർഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത എങ്ങനെയാവുമെന്ന് അറിയാൻ പറ്റില്ല. അതിനുവേണ്ടി മോഹൻലാൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സബ്ജക്റ്റ് സൂപ്പറായിട്ടുണ്ട്. സൂപ്പർ സാധനം. ഇല്ല ഇല്ല ഇല്ല. ഒരു വേറൊരു മറ്റേ എന്താ പറയുക, ഇംഗ്ലീഷ് സിനിമ പോലത്തെ ഒരു മോഡലിൽ ക്രിയേറ്റ് ചെയ്തു. മിഷൻ ഇമ്പോസിബിൾ ഒക്കെ പോലത്തെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യാൻ നോക്കി. സൂപ്പറായിട്ട്. അതെ അതെ അതെ. ബാക്കി കൂടെ കണ്ടാലേ ഫുള്ളായിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്നുള്ളത്. അതെ, നന്നായിട്ടുണ്ട്. എക്സ്പീരിയൻസ് ആണ്. നമ്മൾ സുഷിൻ ശ്യാമിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലൊക്കെ ഒരു ഇൻ്റർവെലിനോട് അടുക്കുമ്പോൾ ഒരു സീനൊക്കെ ഉണ്ട്. വൻ ഗൂസ് ബം മൊമെൻറ്റ്സ് ആണ്. പിന്നെ മഹേഷ് നാരായണൻ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്, ആ ഒരു കണ്ടന്റ് ഓറിയൻറ്റഡ് സിനിമയാണ്. ഇത് കാണുന്ന എല്ലാവരും ഇത് ചിന്തിക്കും. നിങ്ങളിപ്പോൾ നമ്മൾ ഈ മീഡിയ നിൽക്കുന്ന അതിൻ്റെ ആ ഒരു എന്താണ്, ഈ ഒരു ഫോൺ ക്യാമറ ഇങ്ങനെയുള്ള സംഭവങ്ങളെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. പക്ഷെ അത് വളരെ ഒരു ഉപദേശിക്കുന്ന രീതിയിലൊന്നല്ല, സാധാരണ ജനങ്ങൾക്കൂടെ മനസ്സിലാവുന്ന രീതിയിലും നമ്മളടക്കം ശ്രദ്ധിക്കേണ്ട വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ് ഇതിനകത്ത് നമ്മൾ സംവദിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇതുപോലത്തുള്ള ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഇഷ്യൂ ഇന്ത്യയിൽ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മമ്മൂക്ക പറയുന്നത് ഇത് ഉണ്ടായ സംഭവമോ നടന്നുകൊണ്ടിരിക്കുന്നതോ അല്ല, ഇനി ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു ഇൻസിഡൻ്റ് ആണ് എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ഫോണിലെ സ്പൈവെയറിനെ കുറിച്ചാണ് സിനിമ സംസാരിക്കുന്നത്. ഈ ഒരു ഹീറോയിസം സെലിബ്രേറ്റ് ചെയ്യുക എന്നതിലുപരി അതിഗംഭീരമായ കണ്ടന്റാണ്. ഞെട്ടിക്കുന്ന ഒരു ഉള്ളടക്കം ഈ സിനിമയ്ക്കകത്തുണ്ട്. അത് നമ്മൾ ശരിക്കും നമ്മൾ ആ ഒരു മീനിങ്ങിന് നമ്മൾ പിന്നെ കണ്ടു കഴിഞ്ഞാൽ പടം ഞെട്ടിച്ചിരിക്കുകയാണ്. അടിപൊളിയായിട്ട് സിനിമ വന്നിട്ടുണ്ട്. മമ്മൂക്കയുടെ സ്റ്റൈലിഷ് ലുക്ക്, ഫാൻസിന് വേണ്ടിയുള്ള രീതിയിലുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. ട്വിസ്റ്റുകളല്ല, ഒരു സ്ലോ ആയിട്ട് കഥ പറയുന്ന രീതികളാണ് സിനിമ വന്നിരിക്കുന്നത്. പിന്നെ ഫോറിൻ ലൊക്കേഷനൊക്കെ ഒരു രക്ഷയില്ല. ടെക്നിക്കൽ ക്വാളിറ്റി അടിപൊളി, ക്യാമറ അടിപൊളി. പിന്നെ അതിനകത്ത് ഫഹദിൻ്റെ ഒരു സീനുണ്ട്, ഒരു ഫൈറ്റർ ജെറ്റിനകത്തുനിന്നുള്ള. അതൊന്നും മലയാള സിനിമയിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ആണ്. നമ്മളിപ്പോൾ കുറേ സിനിമകൾ കണ്ടിട്ട് നമ്മൾ ഇത് നോർമൽ ആണല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ അതൊരു മലയാള സിനിമയാണെന്ന് ആലോചിക്കുന്നിടത്താണ് ആ സിനിമ എത്രത്തോളം വലിയൊരു തോട്ടാണ് അവർ സ്ക്രീനിലേക്ക് കൊണ്ടുവന്നത്. എല്ലാം കൊണ്ടും മലയാളികൾ കണ്ടിരിക്കേണ്ട നല്ല മെസ്സേജുള്ള ഒരു അടിപൊളി സിനിമയായിട്ടാണ് വന്നിരിക്കുന്നത്.